ഓൾ നൈറ്റ് മീഡിയ അതൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു മീഡിയയാണ്. ഗായത്രി ദേവിയാണ് അതിൽ ആ സൈറ്റിൻ്റെ ജേർണലിസ്റ്റ്, വെൽ നോൺ ജേർണലിസ്റ്റാണ് അവർ. അപ്പോൾ അവരെ വിളിക്കുന്ന അതിഥികൾ എന്നൊക്കെ പറയുന്നത് വലിയ ഉന്നതരായ, അതായത് DGP, ലഫ്റ്റനന്റ് ജനറൽ, അങ്ങനെ പിന്നെ ഇപ്പോൾ മേജർ ജനറൽ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് അതിഥികളായി വിളിക്കുന്നത്. അപ്പോൾ ഈ വിളിക്കുന്നതിൽ അവരൊരു കാര്യം അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്നത്, നമ്മളൊരു താരിഫ് യുദ്ധത്തിലാണ്. ഈ താരിഫ് യുദ്ധം ഇനി ഏത് രീതിയിലായിരിക്കും നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെയും പരമാധികാരത്തെയും ബാധിക്കുക എന്നുള്ളതാണ് ഗായത്രി ദേവി ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ സെപ്റ്റംബറിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയും. അപ്പോൾ മോദിക്ക് പ്രായം തികയുന്ന ആ ഘട്ടത്തിൽ BJPക്ക് അകത്ത് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടാകും. BJPക്ക് അകത്ത് തന്നെ ചിലപ്പോൾ ഒരു പിളർപ്പുണ്ടാകും. കേന്ദ്ര മന്ത്രിസഭ തന്നെ നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും വിചാരിക്കും, എന്താ വട്ടാണോ പറയുന്നത്, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് എങ്ങനെയാണ് മോദിക്കെതിരെ വരുന്നതെന്ന്. പക്ഷേ ഇവിടെ ലോജിക്കായിട്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. അവർ പറയുന്നത്, ഈ CIA, അമേരിക്കയുടെ CIA ആണ് അവരാണ് ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക സമരം കൊണ്ടുവന്നു, നടന്നില്ല. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, നടന്നില്ല. മണിപ്പൂർ ഇറക്കി നോക്കി, നടന്നില്ല. ഇന്ത്യയെ പിളർത്താൻ നോക്കി, നടന്നില്ല. ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വരെ വന്നു. അവരുടെ ഒരു വെപ്പറ്റ്, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യവും നടന്നില്ല. നമ്മുടെ APയുടെ കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രിയായ സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ വരെ കെജ്രിവാൾ രാഹുൽ ഗാന്ധിയെ കണ്ട് ഈ കാര്യമൊന്നും നടക്കില്ല, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് തോന്നി. അപ്പോൾ കെജ്രിവാളിനെയാണ് ഇവർ ഇറക്കിയത്. ഇന്ത്യയുടെ ഈ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് കുപ്പായം തച്ചുവെച്ചു. കാരണം ഇവരുടെ കയ്യിൽ ഭരണം വേണം. സിറിയ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എല്ലായിടത്തും അമേരിക്കയാണ് ഭരിക്കുന്നത്. അമേരിക്കയുടെ സമാന്തര ഭരണകൂടമാണ് ഭരിക്കുന്നത്. ഇന്ത്യയിൽ അവർക്കതില്ല. ഇന്ത്യ ഒരു ബിഗ് മാർക്കറ്റാണ്. ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് കൂടെയാണ്. ഒരു മാർക്കറ്റിൽ അവരുടേതായിട്ടുള്ള ഒരു ഹോൾഡ് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് അമേരിക്കയ്ക്കകത്ത് തന്നെ ഉണ്ടാകും. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും പല ആൾക്കാർക്കും അറിയില്ല എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ളതൊക്കെ. ആരുമാകാം, അത് ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺസ് വിൽക്കുന്ന ആൾക്കാരാകാം, ഏറ്റവും വലിയ ഡീപ് സ്റ്റേറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയപ്പെടുന്ന ആൾക്കാരാണ് മെഡിക്കൽ മാഫിയ എന്ന് പറയുന്ന ആൾക്കാർ. മെഡിക്കൽ മാഫിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും വരും. ഈ ട്രംപിന് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ഫണ്ട് നൽകിയിട്ടുള്ളത് ആഗ്രോ GMC, അതായത് ആഗ്രോ ജനറ്റിക്കലി മോഡിഫൈഡ് കോപ്സിന്റെ മുതലാളിമാർ, വൻകിട കമ്പനികളാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ വിട്ടതാണ്. അപ്പോൾ ട്രംപിന് ഇങ്ങോട്ട് അവരുടെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിടണം. ആ സമയത്ത് ട്രംപ് ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തത്, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഞാൻ നിങ്ങൾക്ക് തുറന്നു തരും, അത് ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെ ട്രംപ് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അതിന് തടസ്സമായി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ മാർക്കറ്റ് അവർക്ക് തുടർന്ന് കൊടുക്കാനായിട്ട് ട്രംപ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നില്ല. അപ്പോൾ ഇവർ പ്രശ്നമുണ്ടാക്കും. നീ അല്ലേടാ പറഞ്ഞത് മാർക്കറ്റ് തുറന്നു തരാമെന്ന്, എന്നിട്ട് എന്തുകൊണ്ട് തുറന്നു തന്നില്ല എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരും. നിനക്ക് ഫണ്ട് തന്നു, നിന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കിയില്ലേ, എന്നിട്ടും നീ ഇതൊന്നും നമുക്ക് ചെയ്തു തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും നമ്മൾ അവരുമായിട്ട് വ്യാപാര കരാർ ഒപ്പിടാൻ പോയി. അങ്ങനെ വ്യാപാര കരാർ ഒപ്പിടാൻ പോയപ്പോൾ അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, അയാളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. അയാൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, എന്ത് വില കൊടുത്തും അയാളെ താഴെ ഇറക്കണം. നേരത്തെ കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നപ്പോൾ കുഴപ്പമില്ല, എന്ത് പുട്ടുപോലെ ഇങ്ങോട്ട് കയറി വന്നു, ഗിന്നിപ്പന്നികളെ പോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. പിന്നെ അവർ തന്നെ സാധനങ്ങൾ ഇറക്കുന്നു, നമ്മളത് മേടിച്ച് കഴിക്കുന്നു, അസുഖങ്ങൾ വരുന്നു, അവർ തന്നെ അതിനുള്ള മരുന്നിറക്കുന്നു. അതായത് ഈ അമേരിക്കൻ ചാര സംഘടന ലോകത്തെല്ലായിടത്തും ഭരണം അട്ടിമറിക്കാനോ ഒപ്പം തന്നെ ഭരണം പിടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, സിറിയ അത് കുറച്ചുകൂടി അങ്ങോട്ട് പോകട്ടെ, പിന്നെ അടുത്ത തൊട്ട് അയൽ രാജ്യങ്ങൾ, ഇതൊക്കെ ചൈന മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നത്.